الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وإذ قال لقمان لابنه وهو يعظه يا بني لا تشرك بالله إن الشرك لظلم عظيم സല്ലല്ലാഹു അലൈഹി. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പൂർണ്ണ തൃപ്തിയോടുകൂടി പാലിക്കണമെന്ന് ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും ദുനിയാവിലും ആഖിറത്തിലും വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. കരുണാവാരിധിയായ പടച്ച തമ്പുരാൻ അത്തരം യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ, വിജയികളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഓരോ കുടുംബത്തിന്റെയും ഉത്തരവാദിത്തമുള്ള ആളുകൾ എന്നുള്ള നിലക്ക് ഇസ്ലാമികമായ മൂല്യങ്ങൾ, ജീവിത സംസ്കാരം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതിന്റെ ബലത്തിലെ നമുക്ക് നമ്മുടെ കുടുംബത്തോട് എന്തു കാര്യവും പറയുവാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾ അത് അവരെ പഠിപ്പിക്കുക എന്നുള്ളതും അത് കുടുംബത്തെ ശീലിപ്പിക്കുക എന്നുള്ളതും കുടുംബത്തിന് നേതൃത്വം നൽകുന്ന ആളുകളുടെ ചുമതലയിൽപ്പെട്ടതാണ്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന്
നൽകുന്ന ഉപദേശങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതിന്റെ ആദ്യത്തെ ഒരായത്താണ് തുടക്കത്തിൽ ഞാൻ ഓതിയത്. ലുഖ്മാൻ അലൈഹിസ്സലാം വലിയ ദാർശനികനായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു. ഒരു വിഭാഗം ഖുർആൻ മുഫസ്സിറുകളുടെ അഭിപ്രായത്തിൽ അദ്ദേഹം യമനിലെ രാജാവായിരുന്നു. ആദ് സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചപ്പോൾ ഹൂദ് നബി അലൈഹിസ്സലാമയുടെ കൂടെ രക്ഷപ്പെട്ട നല്ല മനുഷ്യരുണ്ടായിരുന്നു, വിശ്വാസികളായ ആളുകളുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ അവരുടെ പിന്തലമുറക്കാർ, പിന്തലമുറക്കാരിൽ ഒരാൾ എന്നൊക്കെ ലുഖ്മാൻ അലൈഹിസ്സലാമിനെ കുറിച്ച് ചരിത്ര പഠനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ മഹാനായ ഒരു രാജാവും മഹാനും ദാർശനികനും പണ്ഡിതനും ഒക്കെ ആയിട്ടുള്ള ഒരാൾ, അയാൾ സമൂഹത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു രാജാവാണെങ്കിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരിക്കും. ഒരു ദാർശനികനോ പണ്ഡിതനോ ഒക്കെ ആണെങ്കിൽ വലിയ വലിയ പ്രഭാഷണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരിക്കും. കാരണം അറബികൾക്കെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്ത് അറബികൾക്കെല്ലാം സുപരിചിതനായ ഒരു വ്യക്തിത്വമായിരുന്നു ലുഖ്മാൻ അലൈഹിസ്സലാം. പക്ഷെ അങ്ങനെ മഹത്വമാർന്ന ഒരു വ്യക്തിത്വത്തിന് അത്തരം കഴിവുകളോ അല്ലെങ്കിൽ അത്തരം സേവനങ്ങളോ ഒന്നും ഉദ്ധരിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെതായി വിശുദ്ധ ഖുർആനിൽ നമ്മളോട് പറയുന്ന കാര്യം അദ്ദേഹം തന്റെ മകന് നൽകിയിട്ടുള്ള ഉപദേശങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എത്ര മഹാനായിരുന്നാലും എത്ര വലിയവനായിരുന്നാലും മക്കളുടെ ദീനിന്റെ അടിസ്ഥാനങ്ങൾ ഉപദേശിക്കുക എന്നതിൽ കവിഞ്ഞ അത്രത്തോളം പ്രാധാന്യം നൽകുന്ന മറ്റൊരു കാര്യവുമില്ല എന്ന് നമുക്കതിനെ വായിച്ചെടുക്കാവുന്നതാണ്. യാ ബുനയ്യ എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിരിക്കുന്നത്. അതിനർത്ഥം മോനെ എന്നല്ല, മകനെ എന്നോ എടാ എന്നോ ഒന്നുമല്ല. അതിന്റെ അർത്ഥം എന്റെ പൊന്നു മോനെ എന്നാണ്. അങ്ങേയറ്റത്തെ സ്നേഹത്തോടും വാത്സല്യത്തോടും ഇഷ്ടത്തോടും കൂടിയുള്ള വിളിയാണത്. നമ്മൾ കരളിന്റെ കഷ്ണം എന്നൊക്കെ പറയല്ലോ. എന്ന പോലെ ഒരു മകനോടുണ്ടാകുന്ന ഹൃദയ വായ്പിന്റെ, വികാര വായ്പിന്റെ, സ്നേഹത്തിന്റെ അങ്ങേ തലയാണ് യാ ബുനയ്യ എന്ന് പറയുന്ന അറബിയിലെ പ്രയോഗം. മക്കളെ അങ്ങനെ വിളിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ പാഠം. അങ്ങനെ നമുക്ക് മക്കളെ വിളിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചിട്ടുള്ള ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടായിരിക്കണം. അപ്പോഴേ വിളി കേൾക്കാൻ അപ്പുറത്തൊരാൾ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോഴേ അങ്ങനെ വിളിക്കാനുള്ള ആത്മധൈര്യം നമുക്ക് വരികയുള്ളൂ. അപ്പൊ നമ്മുടെ മക്കളെ എടാ കുഞ്ഞു മോനെ, കരളെ, മുത്തേ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ കഴിയാവുന്ന ഒരു ബന്ധം നമുക്കും മക്കൾക്കും ഇടയിൽ ഉണ്ടായിരിക്കണം എന്നർത്ഥം. അങ്ങനെയാണ് വിളിക്കേണ്ടത്, എന്നാലേ കേൾക്കൂ. എന്നിട്ട് പറയുന്നത് എന്താ? അദ്ദേഹം അവനെ ഉപദേശിക്കുക, വഅള് കൽപ്പിക്കുക എന്നല്ല പറഞ്ഞത്. വഅള് എന്ന് പറഞ്ഞാൽ അത്തദ്കീറു ബിഖൈറിൻ ഫീമാ യയകുലഹുൽ ഖൽബ് എന്നാണ് അതിനെ അറബിയിൽ വിശേഷിപ്പിക്കാറുള്ളത്, പരിചയപ്പെടുത്താറുള്ളത്. എന്ന് പറഞ്ഞാൽ ഹൃദയം അലിയുന്ന രൂപത്തിൽ നന്മയെക്കുറിച്ച് ഒരാളെ ഓർമ്മപ്പെടുത്തുന്നതിനാണ് വഅള് എന്ന് പറയുന്നത്. കാര്യങ്ങൾ അയാൾക്കണ്ട് ബോധ്യപ്പെടണം. ബോധ്യപ്പെട്ടാൽ മാത്രം പോരാ, അവന്റെ ഹൃദയം അക്കാരണത്താൽ അലിഞ്ഞു പോകണം. അതിന് മറ്റു നൽകുന്ന ഒരു വിശദീകരണം ഹൃദയത്തെ സ്വാധീനിക്കാവുന്ന വിധത്തിൽ മൃദുവായ ശൈലിയിലാണ് പറയേണ്ടത് എന്നുള്ളതാണ്. കേൾക്കുന്ന ആൾക്ക് തോന്നണം ഇത് എന്നോടുള്ള അങ്ങേ അറ്റത്തെ ഇഷ്ടത്തോടു കൂടി പറയുന്നതാണ് എന്ന്. അപ്പൊ ഒരു ഉപ്പാക്ക്, ഒരു ഉമ്മാക്ക് മകനോട് അങ്ങനെ പറയുവാൻ സാധിക്കണം എന്നുള്ളതാണ്. അങ്ങനെ പറയുന്നതായിട്ടുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ വീടിനകത്ത് നമ്മളും അവരും തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടായിരിക്കണം.
എന്ന് പറഞ്ഞാൽ മനസ്സും ഹൃദയവും തമ്മിലാണ് ആ സംസാരിക്കുന്നത് എന്നർത്ഥം. അങ്ങനെ സ്നേഹത്തോടെയും വൈകാരികമായും കാര്യങ്ങൾ അവതരിപ്പിച്ച് അയാൾക്കത് ബോധ്യപ്പെടണം. നേർക്കുനേരെയാണ്. എവിടെയെങ്കിലും സ്കൂൾ കൊണ്ടുപോയി ചേർത്തിട്ട് മദ്രസ കൊണ്ടുപോയി ചേർത്തിട്ട് ഞാൻ എൻ്റെ പണി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതിനല്ല വഅള് എന്ന് പറയുന്നത്. ഞാൻ 7ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മോറൽ സ്റ്റഡീസ് കൂടെയുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, അതോടുകൂടി എൻ്റെ ദീനി ഉത്തരവാദിത്തം കഴിഞ്ഞു. അതിനല്ല വഅള്, ഉപ്പാന്റെ വഅള് എന്ന് പറയുന്നത്. മറിച്ച് കുട്ടിക്ക് തള്ളിക്കളയാനാവാത്ത വിധമുള്ള സ്നേഹം അവർ തമ്മിൽ ഉണ്ടായിരിക്കണം. എന്റെ നന്മക്ക് വേണ്ടിയാണ് പറയുന്നത് എന്ന് ബോധ്യപ്പെട്ടിരിക്കണം. അതങ്ങോട്ട് കേൾക്കുമ്പോൾ ഇത് ഇപ്പൊ പറയുന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവനത് ഉൾക്കൊള്ളുവാനും സാധിക്കണം. ഇത് ഞാൻ ചെയ്യണമല്ലോ. അതിനാണ് യാ ബുനയ്യ വഹുവ യഇളുഹു എന്ന് പറയുന്നത്. പിന്നെ പറയുന്ന ഓരോ കാര്യങ്ങളും ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട മൗലികമായ അടിസ്ഥാനങ്ങളാണ്. അതിലൊന്നാമത്തെ കാര്യം തൗഹീദാണ്. ലാ തുശ്രിക് ബില്ലാഹ്, അള്ളാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കരുത്. തൗഹീദിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. എന്താണ് തൗഹീദ് എന്ന് നമ്മൾ പല സ്വഭാവത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള ആളുകളേക്ക് നമുക്കത് അറിയാവുന്നത്. അതിന്റെ എല്ലാ വിശാലതയോടും കൂടി, അതിന്റെ എല്ലാ സമഗ്രതയോടും കൂടി കുട്ടികളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഒരു ഉപ്പാന്റെ പണിയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കുന്ന സന്ദർഭത്തിന് ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ കേട്ടിട്ട് കുറേയധികം ചെറുപ്പക്കാരും ചെറിയ കുട്ടികളും ഒക്കെ ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി. അപ്പൊ ഇസ്ലാമിലേക്ക് വരുന്നതിൽ നിന്ന് അവരെ തടയുന്നതിന് വേണ്ടി ഇസ്ലാമിൽ വന്ന ആളുകളെ തന്നെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ മാതാപിതാക്കൾ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ലുക്മാൻ അലൈഹിസ്സലാം, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണല്ലോ ഈ നബിയും പറയുന്നത്, പിന്നെ എന്തിനാണ് നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ അവതരിപ്പിക്കുന്നത്. അപ്പൊ തൗഹീദ് നമ്മളെ പഠിപ്പിക്കുക എന്ന് മാത്രമല്ല, നമ്മുടെ കാലഘട്ടം എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ട് എങ്കിൽ ഇതേപോലെ മാതാപിതാക്കളല്ല എങ്കിൽ പോലും നമ്മുടെ കുട്ടികളെ തൗഹീദിൽ നിന്നും ദീനിന്റെ അടിസ്ഥാനങ്ങളിലും ദീനിൽ നിന്ന് തന്നെയും അടർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ബോധപൂർവവും അല്ലാതെയും ഒക്കെയും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പല പേരുകളിൽ ഉദാരവാദം, ലിബറലിസം, ദൈവനിഷേധം, നാസ്തികത, നവനാസ്തികത. നമ്മൾ ഓരോരുത്തരും സ്വതന്ത്രരാണല്ലോ, നമ്മളൊക്കെ നമ്മുടെ ഇഷ്ടം പോലെയല്ലേ ജീവിക്കേണ്ടത്. മതത്തിന് എന്ത് പ്രസക്തി, ദീനിന് എന്തിനു പ്രസക്തി? അതൊക്കെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ബുദ്ധിമുട്ടാക്കുകയാണ് ചെയ്യുക, ഇടങ്ങാറാക്കുകയാണ് ചെയ്യുക എന്ന സ്വഭാവത്തിൽ വ്യാപകമായ പ്രചരണങ്ങൾ, അതും ആളുകളെ ആകർഷിക്കുന്ന സ്വഭാവത്തിലുള്ള പ്രചാരണങ്ങൾ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത്തരമൊരു സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ മക്കളെ ലാ തുശ്രിക് ബില്ലാഹ് എന്നുള്ള കാര്യം നിങ്ങൾ പഠിപ്പിച്ചിരിക്കണം, നിങ്ങൾ ഉപദേശിച്ചിരിക്കണം. ഇന്ന ശിർക ലദുൽമുൻ അളീം, അവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമാണത്. ശിർക്ക് എന്ന് പറയുന്ന അതിഗുരുതരമായ അക്രമമാകുന്നു. അതിഗുരുതരമായ അക്രമമാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വിശദീകരിച്ചു, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, പ്രപഞ്ചത്തെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്, കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു ആകുന്നു. അപ്പൊ അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കുക എന്നുള്ള, അള്ളാഹുവിന്റെ ഇംഗിതത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായ നീതി, നമ്മുടെ ധാർമ്മികത എന്ന് പറയുന്നത്. അതാണ് ക്രമം. അത് മറ്റാർക്കെങ്കിലും വകവെച്ച് കൊടുക്കുക എന്ന് പറയുന്നത് ലുൽമാകുന്നു, അക്രമമാകുന്നു. നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തിലേക്ക്, ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് തന്നെ നോക്കിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിന് അവകാശപ്പെട്ട ഏതാണ്ട് എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് വകവെച്ച് കൊടുത്ത് അതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏത് രംഗമെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അങ്ങനെയുള്ള ഒരു സാമൂഹിക അന്തരീക്ഷത്തിനകത്താണ് നമ്മളും നമ്മുടെ കുടുംബവും ജീവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിന് അർഹതപ്പെട്ടത് മറ്റു പലർക്കും വകവെച്ച് കൊടുക്കുക എന്ന് മാത്രമല്ല, ശിർക്ക് ചെയ്യുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ അടിമകളെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത്, അവരെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിശേഷിച്ച് നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ
നമുക്ക് തോന്നും ഇതൊന്നും അല്ലല്ലോ ശരി എന്നുള്ളത് ആളുകൾക്ക് തോന്നും. എൻ്റെ ജീവിതാനുഭവങ്ങൾ ഇതല്ലല്ലോ പറയുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമ്മളൊരു തിയറിയിലേക്കോ ഒരു സിദ്ധാന്തത്തിലേക്കോ എത്തുകയും അവിടെ അള്ളാഹുവും അവന്റെ റസൂലും വിപരീതമായ കാര്യമാണ് പറയുന്നത് എങ്കിൽ നമ്മൾ ഏതിനെയാണ് പിന്തുടരേണ്ടത്? നമ്മുടെ മക്കൾ ഏതിനെയാണ് പിന്തുടരേണ്ടത്? ഒരു ഉദാഹരണം പറയാം. വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് വലിയ ഇടങ്ങാറ് പിടിച്ച പണിയാണ്. പിന്നെ കുടുംബത്തിൻ്റെതായ കുറെ ചുറ്റുപാടുകളായി, കുട്ടികളായി, അവരെ നോക്കലായി, പിന്നെ അതിൻ്റെതായ കുറെ നിബന്ധനകളും കടമകളും ഒക്കെ സ്വാഭാവികമായി വരും. വിവാഹം കഴിച്ചില്ലെങ്കിൽ ഇതിന്റെ പ്രശ്നമൊന്നും ഇല്ലല്ലോ, നമുക്ക് സ്വതന്ത്രമായി നടക്കുകയാണ്. ചുറ്റുവട്ടത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കുറെയൊക്കെ അങ്ങനെ ശരിയാണ് എന്ന് തോന്നുകയും ചെയ്യും. കാരണം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിന്റെ കുറെ ഇടങ്ങാറുകൾ, പിന്നെ കുട്ടികളെ നോക്കുന്നതിന്, വളർത്തുന്നതിന്, അതിൻ്റെയൊക്കെ വിവാഹമോചനത്തിന്റെ ഇങ്ങനെയൊക്കെ കഥകൾക്ക് വിവാഹം നടത്തേണ്ടതില്ല എന്നൊരു കുട്ടി സാധാരണഗതിയിൽ ചിന്തിച്ചേക്കാം. ഒരു പരിധി വരെയെങ്കിലും മുസ്ലിം സമുദായത്തിനകത്ത് അങ്ങനെയുള്ള ചിന്തകൾ വളർന്നു വരികയും ചെയ്യുന്നുണ്ട്. എന്നാ പിന്നെ അതാണ് ശരി എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ നമ്മുടെ അനുഭവത്തിലൂടെ ഒരുപക്ഷെ എത്തിച്ചേർന്നേക്കാം. അവിടെ അള്ളാഹുവും റസൂലും എന്താണ് പറയുന്നത് അതിന് മുൻഗണന നൽകുക എന്നതാണ് ദീന് തൗഹീദ് എന്ന് പറയുന്നത്. അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാഹു, സ്വന്തം താല്പര്യങ്ങളെ ഇലാഹാക്കിയവനെ നീ കണ്ടില്ലയോ? എന്താ സ്വന്തം താല്പര്യങ്ങൾ ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ? എന്റെ താല്പര്യങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും അഭിലാഷങ്ങളുടെയും സ്വപ്നങ്ങളുടെയും മുന്നിൽ വന്നിട്ട് നമ്മളാരും നമസ്കരിക്കാറില്ലല്ലോ, സുജൂദ് ചെയ്യാറില്ലല്ലോ, റുക്കൂ ചെയ്യാറില്ലല്ലോ. മറിച്ച് എന്താണോ എന്റെ നിഗമനങ്ങൾ, എന്താണോ എന്റെ തീരുമാനങ്ങൾ, എന്താണോ എന്റെ അനുഭവങ്ങൾ, എന്താണോ എന്റെ അഭിലാഷങ്ങൾ, എന്താണോ എന്റെ ഇച്ഛകൾ, അതിന്റെ പിന്നാലെ പോകുന്ന അതാണ് ശരി. അതിന്റെ പിന്നാലെ അതാണ് മൗലികമായ ഏറ്റവും വലിയ സത്യം എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നാലെ പോവുകയും ചെയ്യുന്നതിനാണ് നമ്മുടെ ആഗ്രഹങ്ങളെ ഇലാഹാക്കുക എന്ന് പറയും. എന്ന് വിശുദ്ധ ഖുർആൻ പിന്നെ പറയുന്നുണ്ട്. ബോധപൂർവം അറിഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വഴികേടിലാക്കിയതാണ്. അവരുടെ കാഴ്ചക്കും അതുപോലെ തന്നെ അവരുടെ ഹൃദയത്തിനും, അവരുടെ കേൾവിക്കും ഹൃദയത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല സീൽ ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ തൗഹീദിൽ നിന്ന് നമ്മൾ അകറ്റുന്ന മറ്റൊന്നാണ്, കാലങ്ങളായി ഇങ്ങനെയൊക്കെയാണല്ലോ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, പാരമ്പര്യമായി ഇങ്ങനെയൊക്കെയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് പ്രവാചകന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും നിങ്ങൾ തൗഹീദിലേക്ക് വരൂ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കൂ, അള്ളാഹുവിനെ മാത്രം കീഴ്പ്പെട്ട് ജീവിക്കൂ, നിങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹു ആണല്ലോ, നിങ്ങളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു ആണല്ലോ എന്ന് പറയുമ്പോൾ അവരൊക്കെ പറയുന്ന ഒരു മറുപടി ഉണ്ട്. വൈദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹു ഖാലൂ ബൽ നത്തബിഉ മാ അൽഫൈനാ അലൈഹി ആബാഅന. അള്ളാഹു ഇറക്കിയതിനെ നിങ്ങൾ പിന്തുടരൂ എന്ന് പറയുമ്പോൾ ഖാലൂ അവർ പറയുന്നു ബൽ നത്തബിഉ മാ അൽഫൈനാ അലൈഹി ആബാഅന, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ, ഉപ്പാപ്പ കുടുംബ പാരമ്പര്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതേ വഴിയിലാണ് ഞങ്ങളും ആചരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, അപ്പൊ ഇത് ഇങ്ങനെയൊക്കെയാണ് പോയിക്കോട്ടെ എന്ന് ആളുകൾ പറയുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് അവലൗ കാന ആബാഉഹും ലാ യഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ. അങ്ങനെ അവര് പറയുന്ന ആ പിതാക്കന്മാരും വല്യപ്പന്മാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ബുദ്ധിയില്ലാത്തവരായിരുന്നോട്ടെ, അല്ലെങ്കിൽ ഹിദായത്തിലാകാത്ത ആളുകളായിരുന്നോട്ടെ, എന്നാൽ ഇതേ ഞങ്ങൾ ചെയ്യൂ എന്നാണ് അവരുടെ ഭാഷി എന്ന് പറയുന്നത്. അപ്പൊ നാട്ടിൽ എന്താണ് അവർ കാലാകാലങ്ങളിലായി കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ പിന്നാലെ പോകാനുള്ള ഒരു താല്പര്യം സ്വാഭാവികമായും മക്കൾക്കുണ്ടായിരിക്കും, ആളുകൾക്കുണ്ടായിരിക്കും. മറ്റൊന്നാണ് നാട്ടു നടപ്പ് എന്ന് പറയും. നാട്ടിലുള്ള കുറെ ആചാരങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾ ഇന്നും നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിന്റെ ഏതു മേഖലയിൽ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ബഹുഭൂരിപക്ഷ ആളുകളുടെയും ഒരു മാനദണ്ഡം എന്ന് പറയും ഇതൊക്കെ കാലങ്ങളായിട്ട് ഇവിടെ നടക്കുന്നതാണല്ലോ, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണല്ലോ. നമ്മളെക്കാളും വിവരമുള്ള, വിജ്ഞാനമുള്ള, ഇൽമുള്ള ആളുകളൊക്കെ ഇത് ചെയ്യുന്നുണ്ടല്ലോ. ശിർക്ക് ബിദ്അത്തുകളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ സാമ്പത്തിക വിഷയങ്ങളുടെയൊക്കെ കാര്യത്തിൽ ഇതൊക്കെ ഇതിനേക്കാളും വലിയ ആളുകൾ, മുസ്ലിങ്ങളും നിങ്ങളെക്കാളും വലിയ മുത്തക്കികളൊക്കെ ഇത് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം? അപ്പൊ ആ ഒഴുക്കിൽ അങ്ങോട്ട് പോവുക എന്നുള്ളതും സമൂഹത്തിന്റെ ആളുകളുടെ ഒരു രീതിയാണ്. കുൽ പ്രവാചകരെ ലാ യസ്തവിൽ ഖബീസ് വസ്തയ്യിബ്, നല്ലതും ശുദ്ധമായതും ചീത്തയായതും ഒരിക്കലും സമമാവുകയില്ല എന്ന് അവരോട് പറയുക. വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്,
എന്ന് മാത്രമല്ല, മ്ലേച്ഛമായത് വൃത്തികെട്ടതിന്റെ സമൃദ്ധി നിന്നെ ഒരിക്കലും തന്നെ കൗതുകപ്പെടുത്താൻ പാടുകയല്ല. അല്ലെങ്കിൽ എത്ര കൗതുകപ്പെടുത്തിയാലും ശരി, ഭൂരിപക്ഷ ആളുകളും ആ തിന്മയുടെ പിറകെയായിരിക്കും, ഹബീസിന്റെ പിന്നാലെയായിരിക്കും. അത് നല്ല പളപളപ്പും ഉണ്ടായിരിക്കും. അപ്പൊ അത് തരക്കടില്ലല്ലോ എന്ന് തോന്നും. പക്ഷെ അവരോട് പറയണം, ത്വയ്യിബും ഹബീസും, ശുദ്ധമായതും വൃത്തികെട്ടതും തുല്യമല്ല. വത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബ് ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നന്മയുടെ പിന്നാലെ പോകണം, അള്ളാഹുവിന് മുത്തക്കികളായി ജീവിക്കണം എന്നുള്ളതാണ്. അപ്പൊ ആളുകൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതന്നെയാണ് ശരി എന്ന് വെറുതെ അങ്ങോട്ട് വിചാരിക്കുകയാണ്. തത്വം ആലോചിച്ചിട്ടോ മനസ്സിലാക്കിയിട്ടോ ബുദ്ധി ഉപയോഗിച്ചിട്ടോ ഒന്നുമല്ല. ഒമാ എത്തബിയോ അക്സറഹും ഇല്ലാ തന്നെ. നല്ല ഭാവനയാണ് ആളുകൾ, മിക്കവാറും ഭൂരിഭാഗം ആളുകളും പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഊഹങ്ങളെയാണ്. കാണുമ്പോൾ ശരിയാണെന്നാണ് വിചാരിക്കുകയാണ്. കുറെ കാലമായല്ലോ, കുറെ ആൾക്കാരായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. അപ്പൊ അതായിരിക്കും ശരി എന്ന് ആളുകൾ വിചാരിക്കുന്നു. അങ്ങനെയുള്ള ഊഹാപോഹമാകട്ടെ സത്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയോജനവും ചെയ്യുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ തൗഹീദിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് നാട്ടു നടപ്പോ പാരമ്പര്യമോ ഒന്നുമല്ല. എന്താണോ തത്വം, എന്താണോ വിശുദ്ധ ഖുർആൻ പറയുന്നത്, അതിലേക്ക് നോക്കാൻ ബുദ്ധിയുള്ള ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. അത് വെച്ചിട്ടാണ് മാനദണ്ഡം എന്ന് നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുകയും വേണം. അതേപോലെ മറ്റൊന്നാണ് സൗഹൃദം എന്ന് പറയുന്നത്. അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓരോരുത്തരും ഒരാൾ തന്റെ ഉറ്റ സുഹൃത്തിന്റെ ദീനിലായിരിക്കും. അവൻ എങ്ങനെയാണ്, എന്താണ് അവന്റെ ദീൻ, എന്താണ് അവന്റെ ജീവിത രീതികൾ, അതിലൂടെയായിരിക്കും ആളുകൾ പോയിക്കൊണ്ടിരിക്കുക. ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ആരോടാണോ കൂട്ടുകൂടുന്നത് എന്ന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ നമ്മുടെ സ്വഭാവം, നമ്മുടെ മക്കളുടെ സ്വഭാവം, നമ്മുടെ ചിന്താഗതി, നമ്മുടെ ജീവിത രീതി എന്നിവയൊക്കെ രൂപപ്പെടുത്തുന്നതിൽ ഓരോരുത്തർക്കും അയാളുടെ സുഹൃത്ത് വലയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അയാളുടെ സമ്പർക്കങ്ങൾ എന്ന് പറയുന്നത്. ഒരാൾ നല്ല മനുഷ്യനായിരിക്കും, പക്ഷെ അയാൾ മോശമുള്ളവരുമായിട്ടാണ് അയാളുടെ സമ്പർക്കമെങ്കിൽ പതിയെ പതിയെ അയാൾക്ക് പോകുന്നത് കാണാൻ സാധിക്കും. ഒരാളും ഒരു സുപ്രഭാതത്തിലും കള്ളുടിക്കല്ലല്ലോ ചെയ്യുന്നത്, മയക്കുമരുന്ന് ഉപയോഗിക്കല്ലല്ലോ ചെയ്യുന്നത്, ഒരു സുപ്രഭാതത്തിൽ പോയിട്ട് മോഷണം നടത്തുകയല്ലല്ലോ ചെയ്യുന്നത്. പെട്ടെന്നൊരു ദിവസം നമ്മളിത് വാർത്തയിൽ കാണുമ്പോൾ നമ്മൾ ഞെട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിലേക്ക് അയാളെ നയിച്ച നിരന്തരമായ ഓരോരോ ഘട്ടങ്ങൾ ഉണ്ടായിരിക്കും. അതൊക്കെയും കൂട്ടുകാരിലൂടെയായിരിക്കും. നമ്മളുടേതും അങ്ങനെ തന്നെയാണ്. അപ്പൊ കൂട്ടുകാരന്റെ ദീൻ എന്ന് പറയുന്നത്, സമ്പർക്കം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സമ്പർക്കം എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുകളും അതിൽപ്പെടും. നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം ആണല്ലോ. ആ സിസ്റ്റത്തിനകത്ത് എത്ര ദീനുണ്ട്. ബഹുഭൂരിപക്ഷവും ദീനില്ലാത്ത ഒരു സിസ്റ്റത്തിനകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ജാഹിലിയ്യത്തിന്റെ വഴിയിലൂടെ ആയിരിക്കും നമ്മൾ പോവുക. അങ്ങനെയാണ് നമ്മുടെ അന്തരീക്ഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദീനിന്റെ വഴിയിലൂടെയാണ് നമ്മൾ പോകേണ്ടത് എങ്കിൽ നമ്മൾ പ്രത്യേകമായി ആലോചിച്ച് ആ വഴി ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. ഒരു കുട്ടിനെ നമ്മൾ വളർത്തുന്നു, പ്രത്യേകിച്ച് നിയമങ്ങളോ നിർദ്ദേശങ്ങളോ ഒന്നും പഠിപ്പിച്ച് അങ്ങനെ പോവുകയാണെങ്കിൽ ഉറപ്പാണ്, ഒരു സംശയവുമില്ല, അയാൾ ജാഹിലിയ്യത്തിന്റെ വഴിയിലൂടെ ആയിരിക്കും പോവുകയാണ്. കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ സിസ്റ്റവും ആലോചിച്ച് നോക്കൂ. വിദ്യാഭ്യാസ വ്യവസ്ഥ ഒരു കുട്ടിയെ സംബന്ധിച്ച്, വളർന്നു വരുന്ന ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും സമ്പർക്കപ്പെടുന്നതാണ് വിദ്യാഭ്യാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ്? അതിനെ ഏറ്റവും പരമപ്രധാനമായി കാണുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്, ഒരു കാലമാണ് നമ്മുടേത്. അതാണല്ലോ നമ്മൾ വൈജ്ഞാനിക മൂലധനം എന്നൊക്കെ പറയുന്നത്, വിജ്ഞാന സമൂഹം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാലങ്ങളുടെയും സംവിധാനങ്ങളുടെയും സ്ഥാപനങ്ങളിലൂടെയും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ തെറ്റായ വഴിയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് എന്താണ് തൗഹീദ്, എന്താണ് ദീൻ എന്ന് കുട്ടികളെ വളരെ ചെറുപ്പത്തിലെ അവരെ പഠിപ്പിച്ചിരിക്കണം എന്നുള്ളതാണ്. വീട്ടിനകത്ത് നിന്ന് ആ തൗഹീദിന്റെ അടിസ്ഥാനം അവർക്ക് കിട്ടിയിരിക്കണം. പിന്നെ പറയുന്ന രണ്ട് കാര്യങ്ങൾ, അത് നമുക്ക് മാതാപിതാക്കൾ എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ സാധിക്കാത്തതും, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടക്ക് കയറി വിശുദ്ധ ഖുർആനിൽ പറയുന്നതുമാണ്. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹിനൻ അലാ വഹിൻ വഫിസാലുഹു ഫീ ആമൈൻ അനിഷ്കുർ ലി വലിവാലിദൈക വഇലയ്യൽ മസീർ. നാം മനുഷ്യനോട് ഉപദേശിച്ചിട്ടുണ്ട്, മാതാപിതാക്കളോട് മാന്യമായി പെരുമാറണം. അതിന് കാരണമായി പറഞ്ഞത് എന്താ? ഹമലതുഹു ഉമ്മുഹു വഹിനൻ അലാ വഹിൻ വഫിസാലുഹു ഫീ ആമൈൻ. ഉമ്മ നിന്നെ ഗർഭം ധരിച്ചു,
അതേപോലെ തന്നെ മുലയൂട്ടുകയും ചെയ്തു. അതുകൊണ്ട് എന്ത് ചെയ്യണം? അനിഷ്കുർലി, എനിക്ക് നന്ദി ചെയ്യണം. അതാണ് ആദ്യമായി പറഞ്ഞത്. ഉമ്മയും ഉപ്പയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അനിഷ്കുർലി, എനിക്ക് നന്ദി ചെയ്യണം. അതെന്തിനാ? എന്നോട് നന്ദി ഉണ്ടായാലേ മാതാപിതാക്കളോട് നന്ദി കാണിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. വലിയ വാലിദൈക എന്ന് പിന്നീടാണ് പറയുന്നത്, പിന്നീട് നിന്റെ മാതാപിതാക്കളോടും. അപ്പൊ അള്ളാഹുവിന്റെ സ്ഥാനം, അള്ളാഹുവിനോടുള്ള നന്ദി നമ്മുടെ മനസ്സിനകത്ത് രൂഢമായാലേ നമ്മുടെ ഉമ്മാനെയും ഉപ്പായെയും പരിഗണിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നമ്മളൊന്നാലോചിച്ച്, ഗർഭധാരണം എന്ന് പറയുന്നതും അതുപോലെ തന്നെ മുലയൂട്ടൽ എന്ന് പറയുന്നതും, ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓർമ്മയില്ലല്ലോ. നമ്മൾ സ്കൂളിൽ അയച്ചതും പഠിപ്പിച്ചതും അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഉമ്മി ഉപ്പി ചെയ്ത് ഓർമ്മ ഉണ്ടായിരിക്കും. നമ്മൾ ഉമ്മാന്റെ വയറ്റിനുള്ളിലായതോ പ്രസവിച്ചതോ മുലയൂട്ടിയതോ സാധാരണ നമ്മുടെ ഓർമ്മയിലില്ല. അത് രണ്ടുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓർമ്മയില്ലാത്ത, നമ്മുടെ ഓർമ്മയിലില്ലാത്ത രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇപ്പൊ നമ്മൾ വലിയ ത്യാഗമാണ് ഉമ്മയും ഉപ്പയും ചെയ്യുന്നത്. അതേസമയം നമ്മൾ ജന്തുക്കളെ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിനേക്കാളും ത്യാഗം ചെയ്യുന്ന, പ്രസവിക്കുന്നതിന് വേണ്ടിയൊക്കെ, ഗർഭധാരണത്തിന് വേണ്ടിയൊക്കെ അതിനേക്കാളും ത്യാഗം ചെയ്യുന്ന ജന്തുക്കളെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. എട്ടുകാലി പ്രസവിക്കുന്നതോടുകൂടി അതിന്റെ മുഴുവൻ ആന്തരാവയവങ്ങളും ഒരു ലായനി കണക്കെ പുറത്തേക്ക് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് മക്കളുടെ ആദ്യ ഭക്ഷണം എന്ന് പറയുന്നത് അതാണ്. അത് കഴിഞ്ഞാൽ ആ ഉമ്മയെയും പിടിച്ചു തിന്നും. എന്ന് പറഞ്ഞാൽ മക്കൾ ഉണ്ടാകുന്നതിന് വേണ്ടി ജീവിതം അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ് ഉമ്മ ചെയ്യുന്നത്. ചില പ്രത്യേകതരം പെൻഗിനുകൾ, ഞാൻ ചില ഉദാഹരണങ്ങൾ പറയുകയാണ്. ഉമ്മ മുട്ടയിട്ട് കഴിഞ്ഞാൽ, അമ്മക്കിളി മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഉപ്പ പെൻഗിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ആൺ പെൻഗിന് എന്ത് ചെയ്യും? ഏതാണ്ട് 6 മാസക്കാലത്തോളം അതിന്റെ 2 കാലുകൾക്കിടയിൽ ആ മുട്ടയെ സൂക്ഷിക്കുമെന്നാണ്. എന്നിട്ട് മുട്ട വിരിഞ്ഞ് ഒരു കുഞ്ഞു പെൻഗിനാകുമ്പോഴേക്കും ഈ ഉപ്പാന്റെ തൂക്കം ഏതാണ്ട് പകുതിയായി കുറഞ്ഞിട്ടുണ്ടായിരിക്കും. -60 ഡിഗ്രിയിലാണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ വലിയ ത്യാഗം ചെയ്യുന്ന ആളുകൾ ജന്തുലോകത്തുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ മനുഷ്യന്റെ ആ അർത്ഥത്തിലുള്ള ത്യാഗം അത്ര വലിയതല്ല എന്ന് നമുക്ക് തോന്നും. പിന്നെ നമ്മുടെ മാതാപിതാക്കളാകുന്നത് എവിടെയാണ്? മാതാപിതാക്കളാകുന്നത് നമ്മൾ ഈ കുട്ടികളെ ഏറ്റവും നല്ല രീതിയിൽ അതിജീവിപ്പിച്ച് അവരെ സംരക്ഷിച്ച് പരിശീലിപ്പിച്ച് വളർത്തിയെടുക്കുന്നിടത്താണ് മാതാവിന്റെയും പിതാവിന്റെയും സ്ഥാനം എന്ന് പറയുന്നത്. നിങ്ങളൊന്നാലോചിച്ച്, അത്രയും ബലഹീനതകളോടുകൂടി സൃഷ്ടിക്കുന്ന മറ്റൊരു കുഞ്ഞിനെയും നമുക്ക് ജന്തുലോകത്ത് കാണുക സാധ്യമല്ല. പശുക്കുട്ടി പ്രസവിച്ച ഉടനെ തുള്ളാൻ തുടങ്ങും, എണീറ്റ് നടക്കും. മനുഷ്യക്കുഞ്ഞ് എത്ര കാലം കഴിയേണ്ടി വരും? കുരങ്ങിന്റെ കുട്ടികളെ കുറിച്ച് പറയുന്നത്, കുരങ്ങിന്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന അത്രയും പക്വത അല്ലെങ്കിൽ അത്രയും വളർച്ച ഒരു മനുഷ്യക്കുഞ്ഞിനുണ്ടാകണമെങ്കിൽ ഗർഭകാലം 21 മാസമായിരിക്കണമെന്ന്. അപ്പോഴേക്കും കുട്ടി എത്ര വലുതായിട്ടുണ്ടോ? 2-2.5 വയസ്സായിട്ടുണ്ടായിരിക്കും. എന്നല്ല, ഒരുപാട് ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കണമെങ്കിൽ വലിയ സംരക്ഷണം, എല്ലാവരുടെയും, ഉമ്മയുടെ മാത്രമല്ല, ഉപ്പയുടെ മാത്രമല്ല, വീട്ടുകാരുടെ മാത്രമല്ല, നാട്ടുകാരുടെയും കുടുംബങ്ങളുടെയും ബന്ധുക്കളുടെയും ഒക്കെ സംരക്ഷണത്തോടു കൂടിയാണ് ഒരു കുട്ടി വളരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഉമ്മ ഉപ്പ എന്ന് പറയുന്നത് പ്രസക്തമായി തീരുന്നത് അവരെ യഥാർത്ഥത്തിൽ ദീനി കാഴ്ചപ്പാടോടുകൂടി വളർത്തിയെടുക്കുമ്പോൾ കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. وإن جاهداك على أن تشرك بما ليس لك به علم فلا تطعهما وصاحبهما في الدنيا معروفا واتبع سبيل من أناب إلي ثم إلي مرجعكم فأنبئكم بما كنتم تعملون. എന്നിട്ട് ശിർക്ക് ചെയ്യാനാണ് ഉപ്പയും ഉമ്മയും നിന്നെ പ്രേരിപ്പിക്കുന്നത് എങ്കിൽ, തെറ്റായ കാര്യങ്ങളാണ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതെങ്കിൽ, അത് അല്ലാഹ് പറയുകയാണ്. നമുക്കത് പറയാൻ കഴിയില്ലല്ലോ. നീ ഒരിക്കലും തന്നെ അവരെ അനുസരിച്ച് പോകരുത്. അതേസമയം അവരോട് മാന്യമായിട്ട് തന്നെയാണ് അവരോട് പെരുമാറുന്നത്. ഉമ്മയും ഉപ്പയും ആണ് എന്ന് മറക്കരുത്. തെറ്റ് ചെയ്യാനോ ശിർക്ക് ചെയ്യാനോ ആണ് പ്രേരിപ്പിക്കുന്നതെങ്കിൽ അതിന്റെ പിന്നാലെ പോവുകയും ചെയ്യരുത്. നമ്മളൊക്കെ ഒരു സാധാരണ രീതിയിലുള്ള നാട്ടുനടപ്പ് ധാരണയുണ്ട്. നമ്മൾ ചെറുപ്പകാലത്ത് കുട്ടികളെ നന്നായി നോക്കിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് പ്രായമാകുമ്പോൾ ഓര് നമ്മളീ നോക്കുമല്ലോ എന്നുള്ളത്. അത് രണ്ട് കേസാണ്. നമ്മൾ കുട്ടികളെ നന്നായി നോക്കിയിട്ടുണ്ട് എങ്കിൽ ഓരോ മക്കൾ അതിനേക്കാൾ ഉഷാറായിട്ട് നോക്കും. അതാണ് അവരിൽ നിന്ന് പഠിക്കുന്ന പാഠം. നമ്മൾ നമ്മുടെ കുട്ടികളെ നന്നായി പഠിപ്പിക്കുക, നന്നായി നോക്കുക എന്നുള്ളത് നമ്മുടെ ഒരു അമാനത്താണ്.
അവർ അവരുടെ മാതാപിതാക്കളെ തിരിച്ച് നന്നായി പരിപാലിക്കുക എന്നുള്ളത് അവരുടെ ഒരു അമാനത്താണ്. അങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. മറ്റെന്ന് വെച്ചാൽ 10 ലക്ഷം റുപ്യ എനിക്ക് വേണ്ടി ചെലവാക്കുന്നത് പിടിച്ചോളൂ 20 ലക്ഷം എന്ന് പറയുന്നതോട് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദീനാണ് എന്ന് പറയുന്നത്. അള്ള പറഞ്ഞതാണ് ഉമ്മാനെയും ഉപ്പായെയും നോക്കണം, അള്ള പറഞ്ഞതാണ് മക്കൾക്ക് ഈ ഉപദേശം നൽകണം എന്നുള്ളത്. അത് മറ്റൊരു ലോജിക്ക് വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുകയില്ല. പിന്നെ പരലോകത്തെ കുറിച്ചാണ് പിന്നീട് പഠിക്കുന്നത്. എത്ര ചെറിയ കാര്യമാണ് എങ്കിൽ, നന്മയാകട്ടെ തിന്മയാകട്ടെ, അത് ആകാശത്തോ ഭൂമിയിലോ ഉള്ള വലിയ പാറക്കെട്ടിനകത്ത് സൂക്ഷിച്ചതാകട്ടെ, അത് നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് മറുപടി പറയേണ്ടതായിട്ട് വരും. അപ്പൊ ഒരു കുട്ടി ഒരു കാര്യം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് നിഷേധിക്കുന്നതിനെയല്ല, അത് എളുപ്പമാണ്. ഉപ്പാനെ പേടിയുണ്ടെങ്കിൽ നിഷേധിച്ച് കളയും, സമൂഹത്തെ പേടിയുണ്ടെങ്കിൽ നിഷേധിച്ച് കളയും. ചെയ്യാൻ അവസരമുണ്ടായിട്ടും അള്ളാന്റെ മുന്നിൽ ഇതിന് മറുപടി പറയേണ്ടി വരുമല്ലോ എന്ന ദൃഢബോധം കുട്ടിക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും, ആ ബോധം കുട്ടിക്കുണ്ടായിരിക്കുക എന്നുള്ളത്. ഈ സ്വഭാവത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഇത് ഓരോ ഉപ്പയും ഓരോ ഉമ്മയും സവിശേഷമായി ശ്രദ്ധ വെക്കേണ്ട കാര്യമാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്ക് അവരുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച്, ഭൗതിക വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് വലിയ ആശങ്കകളുണ്ട്. 10ാം ക്ലാസ്സിന് ശേഷം നമ്മുടെ സെലക്ഷൻ തെറ്റിപ്പോകുമോ എന്നതിനെ കുറിച്ചുള്ള ആശങ്കകളുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരെ കൗൺസിലർമാരുടെ അടുത്ത് കൊണ്ടുപോകുന്നു, പല സ്വഭാവത്തിലുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ എഴുതിക്കുന്നു, നമ്മൾ അവർക്ക് വേണ്ടി കാശ് മുടക്കിക്കൊണ്ടിരിക്കുന്നു, അവരെ നിതാന്തമായി നമ്മൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷെ അതോടൊപ്പം അതിനേക്കാളും എല്ലാം പ്രധാനമായിട്ടുള്ളത് അവർ വഴികേടിലായി പോകാതിരിക്കുക, നമ്മളും അവരും ഒന്നിച്ച് സ്വർഗത്തിലെത്തുക എന്നുള്ളതാണ്. അതിന് പരമപ്രാധാന്യം നൽകണമെങ്കിൽ കുട്ടികൾ കൈവിട്ടു പോകുന്നതിന് മുമ്പേ അവർക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം, അവർക്ക് ആവശ്യമായിട്ടുള്ള വിജ്ഞാനം, ഇൽമ്, ഈമാൻ, ഇതൊക്കെ പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അത് ഉപ്പാന്റെ വ്യക്തിപരമായ കുടുംബത്തിനകത്തുള്ള ഒരു ഉത്തരവാദിത്തമാണ്. അതിനെ സഹായിക്കുന്നതാണ് മദ്രസകളും അതുപോലെ തന്നെ ദീനീ സ്ഥാപനങ്ങളും പള്ളികളും എന്നൊക്കെ പറയുന്നത്. അടിസ്ഥാനപരമായി അത് ഉമ്മയുടെ ദൗത്യമാണ്, വീടിനകത്തുള്ള ദൗത്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അർത്ഥത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വലി ജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.